പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ്. ഈ സംഘടന ഇപ്പോൾ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിന് ഒരുപാട് കൗതുകരമായ ആസ്പെക്റ്റുകളുണ്ട്, നമ്മൾ വിശദമായി സംസാരിക്കേണ്ടതാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. ചെറിയ ഉലയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് അസിം മുനീർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ പട്ടാള മേധാവിയെ ട്രംപ് അമേരിക്കയിലേക്ക് വിളിച്ച് സദ്യ കൊടുത്തു. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ, അതും ഇന്ത്യക്ക് വല്ലാത്ത നീരസം ഉണ്ടാക്കി. പിന്നെ പറഞ്ഞത് എന്താണ്? ട്രംപ് പറഞ്ഞു, ഈ ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ ഞാനാണ് ഇടപെട്ടതെന്ന് പറഞ്ഞു. മോദി ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു, നമ്മൾ 35 മിനിറ്റ് സംസാരിച്ചു. ട്രംപ് ഒന്ന് ഓർത്ത് നോക്ക്, നമ്മൾ ഈ വിഷയമല്ല, നമ്മൾ താരിഫിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ട്രംപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു. മാത്രമല്ല അമേരിക്കയ്ക്ക് ചെല്ലാനുള്ള ക്ഷണവും മോദി നിരസിച്ചു. അപ്പം അങ്ങനെ വല്ലാതെ വഷളായിരിക്കുകയാണ്. ഇപ്പോൾ താരിഫിൻ്റെ പേരിൽ 50 ദിവസത്തിനകം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം റഷ്യ അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്ക് വിരോധം ഏർപ്പെടുത്തും, റഷ്യയുമായി ബന്ധമുള്ള രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റഷ്യയുമായി ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്നത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യൻ ഓയിലിൻ്റെ 40% ഇപ്പോൾ വരുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യക്ക് പരോക്ഷമായൊരു ഭീഷണിയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വല്ലാതെ വഷളാവുന്നു എന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാൻ സ്പോൺസേഡായ അല്ലെങ്കിൽ അസിം മുനീറിൻ്റെ ഇച്ഛ അനുസരിച്ച് നടന്ന ഭീകരാക്രമണം ആണ് പഹൽഗാമിൽ. കാരണം അസിം മുനീർ ആദ്യമേ ഇതിന് തീ പിടിപ്പിക്കുന്ന ഒരു പ്രസംഗം നടത്തുന്നു, ഓർക്കുന്നില്ലേ? അതിനുശേഷമാണ് പഹൽഗാം ആക്രമണം നടക്കുന്നത്. അപ്പോൾ TRF എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രോക്സിയാണ്. ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ വന്ന് ഭീകരാക്രമണം നടത്തുന്നു എന്ന് പരക്കെ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഉന്നയിക്കുകയും അത് പാകിസ്ഥാൻ്റെ പ്രോക്സിയാണെന്ന് സ്ഥാപിക്കുകയും തെളിവുകൾ സഹിതം സ്ഥാപിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ അത് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഭീകര രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ള ഒരു ഇമേജ് പൊതുവിൽ ഉണ്ടാക്കാൻ കാരണം ഈ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ അത് ആ പേരുദോഷം മാറ്റാൻ ഇവരെന്ത് ചെയ്തു? TRF ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നൊരു ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ ആക്രമണം നടന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ അമേരിക്ക വാരിപ്പുണരുന്നു, സദ്യ വായിൽ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭീകരാക്രമണത്തെ പരോക്ഷമായി സഹായിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്നൊരു ധ്വനി ഉണ്ടാക്കിയെടുക്കാം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള ബന്ധം വല്ലാതെ വഷളാവുന്നു എന്ന് വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ആവശ്യപ്പെട്ടതുപോലെ TRF എന്ന് പറയുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഇപ്പോൾ അമേരിക്ക വളരെ പെട്ടെന്ന് നിരോധിച്ചിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. പക്ഷേ ഇങ്ങനെ TRFനെ നിരോധിച്ചുകൊണ്ടുള്ള അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഹിന്ദിയിലാണ്. നമ്മുടെ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നാണോ അതോ ഹിന്ദിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ്? അത് മറ്റേ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞ് വാട്ടർമാർക്കിട്ട പോലെയല്ല. ഈ അമേരിക്കയുടെ സർക്കാരിൻ്റെ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ ഹിന്ദിയിലാണ് വന്നിരിക്കുന്നത്. എന്തിനായിരിക്കും ഹിന്ദിയിൽ TRFനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹിന്ദിയിൽ കൂടി അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രഭാഷ ആയതുകൊണ്ട്. അമേരിക്കയുടെ രാഷ്ട്രഭാഷയല്ലോ അല്ല. അപ്പോൾ അമേരിക്ക ഇംഗ്ലീഷിലല്ലേ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കോപ്പിയുണ്ട്. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദിയിൽ കൂടെ തയ്യാറാക്കി. വളരെ സിമ്പിളാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരാണല്ലോ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനങ്ങളും ഈ ഉത്തരവ് നേരിട്ട് വായിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്ത് ഒരു കടുത്ത ഭീകരാക്രമണം നടത്തി നിങ്ങളുടെ 26 പേരെ ഏപ്രിൽ 22-ന് കൊലപ്പെടുത്തിയ TRFനെ ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് മാർക്കോ റൂബി പറയുന്നുണ്ട്, ഏറ്റവും അപലപനീയമായ ഒരു ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് എന്ന് അമേരിക്ക ഒഫീഷ്യലി പറയുകയും ചെയ്തു. അപ്പോൾ അതോടെ നമ്മുടെ ഇന്ത്യക്കാരെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഡിപ്ലോമസി, ഒരു നയതന്ത്രം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിട്ടില്ല, ഞങ്ങൾ ആ ബന്ധം കാക്ഷിക്കുന്നു, ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. പാകിസ്ഥാനുമായിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തായിരിക്കാം, എന്നാൽ പോലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. പഹൽഗാമിലെ ആക്രമണം ഗുരുതരമായ ഭീകരാക്രമണമാണ്. അത് ചെയ്ത പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രോക്സി സംഘടനയായ TRFനെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഇന്ത്യക്കാരെ നിങ്ങളതെല്ലാം മനസ്സിലാക്കൂ, ട്രംപ് അങ്ങനെ ഇന്ത്യ വിരുദ്ധനൊന്നും അല്ല, നിങ്ങൾ അങ്ങനെ പിണങ്ങൊന്നും വേണ്ട എന്ന് പറഞ്ഞ്
ഒരു കാര്യം ചെയ്ത് ആശ്വസിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമല്ല, ഓഗസ്റ്റ് 1 വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഓഗസ്റ്റ് 1 ഈ താരിഫ് സംബന്ധിച്ച്, ട്രേഡ് സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ തീരുമാനിക്കും എത്ര താരിഫ്, എത്ര ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമത്തും, എന്തിനൊക്കെ ഇളവുണ്ടാവുമെന്ന് ഒരു ഡയറക്റ്റ് ഡയലോഗ് നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 1. അപ്പോൾ ഓഗസ്റ്റ് 1 മുമ്പ് ഇന്ത്യയുടെ നിലപാടൊന്നും മയപ്പെട്ട് കിട്ടണമെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. അതിനുവേണ്ടി ട്രംപ് ഒന്ന് വഴങ്ങുകയാണ്. ഈ TRFനെ നിരോധിച്ചുകൊണ്ട് അമേരിക്ക ഉത്തരവിറക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് സമ്മർദ്ദത്തിലാവുന്ന ആരാന്നറിയോ? പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി പഹൽഗാം ഓപ്പറേഷന് ശേഷം പറഞ്ഞു TRF ഒരു ഭീകര സംഘടനയല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടിനെതിരെ നിലപാട് അമേരിക്ക എടുക്കുന്നു. അത് ഇന്ത്യക്കാർ വായിച്ച് മനസ്സിലാക്കാൻ ഹിന്ദിയിൽ അച്ചടിച്ച് കൊടുക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലായി. അസിം മുനീറിനെ വിളിച്ച് വിരുന്ന് കൊടുത്ത ട്രംപ്, പൈസ കൊടുത്ത IMFൻ്റെ ലോൺ കൊടുത്ത ട്രംപ് എന്തുകൊണ്ട് TRFനെ നിരോധിക്കുന്നു എന്നതിന് ഒന്ന് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച, 2 ഇന്ത്യ എന്നുള്ള മാർക്കറ്റ്, 3 ട്രംപിൻ്റെ കാര്യം കഴിഞ്ഞോ പാകിസ്ഥാനെ കൊണ്ട്? ഇല്ല, കഴിഞ്ഞ് കാണണം. കാരണം ഇറാനെ ആക്രമിക്കാൻ ഒരു ഗേറ്റ് വേ പാകിസ്ഥാൻ വഴി തുറന്നു കിട്ടണമായിരുന്നു. നമ്മളന്ന് പറഞ്ഞു പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി. പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി, പാകിസ്ഥാൻ വഴി ഇറാനെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാനെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രത്തിൻ്റെ കൂടെ ഭാഗമായിരുന്നു അസിം മുനീറിനെ അവിടെ വിളിച്ച് ട്രംപ് കാണുന്നതും ക്ഷണിക്കുന്നതും ഒക്കെ അന്ന് തന്നെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യം കഴിഞ്ഞല്ലോ. ആവശ്യം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് കുത്തരി മേടിക്കാൻ, പച്ചരി മേടിക്കാൻ കാശില്ല. കുത്തരി പോട്ടെ, പച്ചരി മേടിക്കാൻ പോലും കാശില്ല. അമേരിക്കൻ പ്രോഡക്ട്സ് അവിടെ കൊണ്ട് ഇറക്കിയാലും അവിടുന്ന് പർച്ചേസിങ് കപ്പാസിറ്റി ആർക്ക് കുറവാണ്? പാകിസ്ഥാൻ ജനതയ്ക്ക് കുറവാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വലിയ വാസ്റ്റ് മാർക്കറ്റാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് പാകിസ്ഥാനല്ല, ഇന്ത്യ തന്നെയാണ്. പിന്നെ പാകിസ്ഥാൻ നാറ്റോയ്ക്ക് പുറത്തുള്ള എക്കാലത്തെയും അമേരിക്കയുടെ വിശ്വസ്തനായ ഒരു സഖ്യകക്ഷിയാണ്. നാറ്റോയ്ക്ക് പുറത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് പാകിസ്ഥാനോട്. കാരണം ചരിത്രപരമായി നോക്കുമ്പോൾ പൊളിറ്റിക്കലി നമ്മളെടുത്ത നിലപാട് നമ്മളെപ്പോഴും സോവിയറ്റ് യൂണിയൻ പക്ഷത്തേക്കായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഡിപ്ലോമസി നമുക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ തൊട്ടയലക്ക് എടുത്ത് കിടക്കുന്ന നമ്മുടെ ശത്രുരാജ്യമായ ശത്രുരാജ്യമായ പാകിസ്ഥാനെ അമേരിക്ക നേരത്തെ ചേർത്ത് പിടിച്ചിരുന്നു. ഇപ്പം നമ്മൾ പതുക്കെ അമേരിക്കയോട് നമുക്ക് ഒരല്പം മമതയുണ്ട് എന്ന് വെച്ചിട്ട് പഴയ ബന്ധുവിനെ വിട്ടുകളയാൻ പാകിസ്ഥാൻ തയ്യാറല്ല. ഇതാണ് അതിനകത്തൊരു പൊളിറ്റിക്സ്. അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ, രാജ്യം ഭരിച്ചിരുന്ന മുൻ ഭരണാധികാരികൾ 2 ശക്തമായ ചേരികൾക്കിടയിൽ ഒരു ചേരിചേരാ നയം എന്നൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ചേരിചേരാ നയത്തിൻ്റെ നയം എപ്പോഴും സോവിയറ്റ് യൂണിയൻ അനുകൂലമായിരുന്നു. അത് എക്കാലത്തും നോക്കി അറിയാം. നമ്മൾ 2 പക്ഷത്തും ഇല്ല എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ നിൽക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തായിരുന്നു. അതുകൊണ്ടാണ് ഈ അമേരിക്ക ഇങ്ങനെ വന്ന് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് ഉണ്ടായി വന്നത്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു അച്ചീവ്മെൻ്റാണ് TRFൻ്റെ നിരോധനം. ഈ മാർക്കോ റൂബിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്, എല്ലാത്തരം ഭീകരവാദത്തെയും എതിർക്കുന്നവരാണ് അമേരിക്ക. അതാണ് അമേരിക്കയുടെ നിലപാട്. അപ്പോൾ TRFനെ സംബന്ധിച്ച് ഈ TRFൻ്റെ ഒരു നിലപാട്, പഹൽഗാം ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ TRF പറഞ്ഞു ഞങ്ങളാണിത് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നീട് അവർ തിരുത്തി പറഞ്ഞു ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. അവിടെ തന്നെ അതിൻ്റെ കോൺസിക്വൻസ് വലുതായിരിക്കും എന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. ഏതായാലും TRFനെ നിരോധിക്കുന്നതിന് മുമ്പ് അമേരിക്ക നിരോധിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കണം. ഇല്ലാതെ അവർ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്തായാലും TRFന് പങ്കുണ്ട്. അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ നിർണായകമായ തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുത്തതുകൂടി ഒരു ഘടകമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന TRF നിരോധനം. ഇനിയിപ്പോൾ ഇന്ത്യക്ക് അതിശക്തമായ നിലപാടെടുക്കാം. TRF ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിയാൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഇത് ഹോൾട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നിർത്തിയിട്ടില്ല. നമ്മൾ ഹോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ, ഹോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളത് എപ്പോൾ വേണമെങ്കിലും ഓങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ കൈ. ആ കൈ എപ്പോഴും പാകിസ്ഥാൻ്റെ കവളത്ത് വീഴാം. അപ്പോൾ TRFൻ്റെ നിരോധനം നമുക്ക് ഇന്ത്യക്ക് ഈ കാശ്മീരിൽ ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനുള്ള കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഒപ്പം തന്നെ അമേരിക്ക അവരുടെ നിലപാടിൽ
ഗണ്യമായൊരു മാറ്റം വരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഹിന്ദിയിൽ അമേരിക്ക ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ആദ്യത്തെ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.